കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടിഷോ കാണിക്കാൻ ജാസി ആരാ? ഇപ്പൊ മോള് ചോദിച്ചു ജാസി ആണാണോന്ന് ചോദിച്ചാൽ അല്ല, പെണ്ണാണോന്ന് ചോദിച്ചാൽ അല്ല. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തിരിച്ചു ചോദിക്കാണ്, മോള് പെണ്ണാണോ? ജാസി ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, കല്യാണം കഴിച്ചു, മോള് കുട്ടിയുണ്ട്, ഒക്കെ റെഡിയാണ്. മോള് പെണ്ണാണുള്ളതിന്റെ തെളിവ് എന്താണ്? അതാണ് എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എന്നോട് മോള് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തിരിച്ചു ജാസി കുട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ജെൻഡറിന്റെ ഒരു റിപ്ലൈ ആണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. ജാസി ഓൾറെഡി ജെൻഡർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെയിൽ ആണെന്ന് പറഞ്ഞു, പിന്നെ ഒരു കല്യാണം കഴിച്ചു, പിന്നെ അത് ഫീമെയിൽ, ഞാനൊരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ജാസിന്റെ ജെൻഡർ എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കടക്കം മലയാളികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡൗട്ടാണിത്. അത് ഉത്തരം പറ. അത് ഇപ്പൊ ഇത് എന്റെ ജെൻഡർ ആണെന്ന് പറഞ്ഞ് ഞാൻ നെയിം ബോർഡ് ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ തുണി കാണിച്ചു കൊടുക്കണം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ട്രാൻസ് ആണ്. അത് ഓൾറെഡി ഇനിയിപ്പോ ട്രാൻസ് ആണെന്ന് ചോദിച്ചാൽ അതിന് എന്താ തെളിവെന്ന് ചോദിച്ചാൽ എനിക്ക് മാടി കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല, പക്ഷെ എനിക്ക് ഐഡി കാർഡ് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ആണ് പുതിയ വിശേഷം. ഇപ്പൊ പുതിയ വിശേഷങ്ങൾ നന്നായി പോകുന്നു. ഇങ്ങനെ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ട് പോവാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ബിസി ഷെഡ്യൂൾ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ യാത്രകൾ, അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആഷിയുടെ ഉമ്മയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഒന്നാവും, ഞങ്ങൾ ശരിയാവേണ്ട ആൾക്കാരായിരിക്കാം. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. അതുകൊണ്ട് പിന്നെ ഏതൊരു ആ ഉമ്മാന്റെ സ്ഥാനത്ത് ഏതൊരു ഉമ്മയാണെങ്കിലും പ്രതികരിക്കുന്ന രീതി തന്നെയാണ് ഉമ്മയും പ്രതികരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പിന്നെ ജാസി ഉമ്മക്ക് അഗെയിൻസ്റ്റ് ഒരു കൂടോത്രം എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താണ് സംഭവം? അത് മഹാഭാവി കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. എത്രയോ ആൾക്കാർ ഇങ്ങനെ ഈ അമ്പലത്തിൽ പോകുന്നുണ്ട്, മുതലെടുത്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതേപോലെ ഞാനും ചെയ്തേ. പക്ഷെ ജാസി എനിക്കുള്ള ഒരു ക്വസ്റ്റൻ എന്താന്ന് വെച്ചാൽ, നമുക്കൊരാൾ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഇങ്ങനെ ഒരു കൂടോത്രം എന്നുള്ള കാര്യം ചെയ്തിട്ട് വാങ്ങേണ്ടതാണ് സ്നേഹം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇപ്പൊ എനിക്ക് വിശ്വാസമാണ്. കാരണം ഇപ്പൊ ഒത്തിരി മീഡിയസിന് മുമ്പിലാണെങ്കിലും ചാനലിന് മുമ്പിലാണെങ്കിലും ഒക്കെ ആളെ എന്റെ കൈ പിടിച്ച് നടക്കലും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാം ഇനി എന്നെ വിട്ടു പോകില്ല എന്നുള്ളത്. ഒരു കൈ പിടിക്കലും മാത്രമാണ് ഈ സ്നേഹം. അല്ല, അങ്ങനെ ജാസി അഷിയെ ഉപദ്രവിച്ചിട്ട് അഷിയുടെ ഫേസിൽ കുറച്ച് നല്ല രീതിയിൽ എന്തൊക്കെയോ പാടുകളൊക്കെ വെച്ചിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാളോട് അന്ധമായിട്ടൊരു ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് ഒരാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അവർ ഉപദ്രവിക്കാൻ തോന്നും. അപ്പൊ എന്റെ മുഖത്ത് പാട് മുള് കണ്ടില്ലായിരുന്നോ? എന്റെ മുഖത്ത് ഉണ്ടായിരുന്നു. കാരണം ഇവൻ ആഷിനെ കാട്ടിയും പാട് എന്റെ മുഖത്തായിരുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ആഷിനെ ഉപദ്രവിച്ചിട്ടില്ല ഉള്ളത്. ഞാൻ ആഷിനെ മാന്തി പിന്നെ ആശി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാണ്. എനിക്ക് ഒരിക്കലും ആഷിനെ എന്താ പറയുക ഇടിച്ച് ഇതാക്കാൻ പറ്റത്തില്ല. ആഷിന്റെ കൈ കൊണ്ട് ഒരു പഞ്ച് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അത് അവിടെ നിർത്തി. കാരണം എന്റെ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പൊ എവിടെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകത്തില്ല. എന്റെ ഫ്രണ്ട്സിലൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം അത് അറിയില്ല എനിക്ക് എങ്ങനെയാന്നുള്ളത്. അത് ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു എന്റെ ഒരു എന്താ പറയാ വേ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. ഐഡന്റിറ്റി കാർഡ് കിട്ടണമെങ്കിൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഇത് കിട്ടുന്നത്. അല്ല, നമ്മുടെ ഒരു ഇപ്പൊ മോള് പറയാണ് ഞാൻ ഒരു എന്താ പറയാ ഒരു എന്റെ ഉള്ളില് ഒരു ആൺകുട്ടിയാണ് ഉള്ളത്, ഞാനൊരു പെണ്ണല്ല, ഒരു ആണാണ്. അത് മോള് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മോളുടെ ഐഡന്റിറ്റി. ഞാൻ പറഞ്ഞു ഒരു സർട്ടിറ്റ് വേണമെന്ന്. സർട്ടിറ്റേ മൂപ്പരപ്പ തന്നെ സർട്ടിറ്റ് ഒപ്പിട്ട് സീലും വെച്ചെന്ന്. എന്താണ് ദുബായിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ താടി വെച്ചിട്ട് വീഡിയോ ചെയ്യും. ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു. ലൈക്ക് ഗേ പാർട്ട്നേഴ്സ് ആണോ അത് എന്താണ് അത് ആൾക്കാർ കാണുന്ന ആൾക്കാർക്കാണ് വിലയിരുത്തേണ്ടത്. ആ സമയത്ത് ഞാൻ ആ സമയത്ത് എന്റെ ഉള്ളിൽ ഞാൻ പെൺകുട്ടിയായിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.